പ്രിയ ശ്രോതാക്കളെ, കുട്ടനാട് FM 90.0 ഇനി തിരുമാറടി കൃഷിഭവന് കീഴിലുള്ള പുന്നെല്ല് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയെക്കുറിച്ചുള്ള ഒരു പരിപാടി. ഇന്ത്യയിലെ ധാന്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ധാന്യവിളയാണ് നെല്ല്. ലോകത്ത് നെല്ല് ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം. മലയാളികളുടെ പ്രധാന ആഹാരമാണ് അരിയും അരി ഉൽപ്പന്നങ്ങളും. അന്നജത്തിന്റെ സ്രോതസ്സായ അരി മാംസ്യത്തിന്റെയും അതുവഴി 8 അവശ്യ അമിനോ ആസിഡുകളുടെയും ഉറവിടം കൂടിയാണ്. കൊഴുപ്പും കൊളസ്ട്രോളും അടങ്ങിയിട്ടില്ലാത്തതിനാൽ സമീകൃത ആഹാരത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് അരി. തവിടോടുകൂടിയ അരി പോഷക സമൃദ്ധമാണ്. തവിടോടുകൂടിയ അരിയിൽ കാൽസ്യം, മഗ്നീഷ്യം, വിറ്റാമിൻ ബി കോംപ്ലക്സ്, പൊട്ടാസ്യം, മാംസ്യം, നാര് തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പന്നമാണ്. അർബുദ രോഗികൾ, ഹൃദ്രോഗികൾ, പ്രമേഹ രോഗികൾ എന്നിവർക്ക് തവിടോടുകൂടിയ അരിയുടെ ഉപയോഗം വളരെ ഗുണം ചെയ്യുന്നു. മുളപ്പിച്ച അരിയിൽ ഗാമ അമിനോ ബ്യൂട്ടിക് ആസിഡ് അഥവാ ഗാബ വർദ്ധിച്ച അളവിൽ അടങ്ങിയിരിക്കുന്നു. മാംസ്യേതര അമിനോ ആസിഡ് ആണ് ഗാബ. ഇത് തലച്ചോറിനെ ശാന്തമാക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. മുളപ്പിച്ച അരിയിൽ നാരുകളുടെയും ഫൈറ്റോ കെമിക്കലുകളുടെയും അളവ് കൂടുന്നു. തലച്ചോറിന്റെയും നാഡികളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുക, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക തുടങ്ങിയ പ്രക്രിയയിൽ ഗാബ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. നെൽകൃഷി വ്യാപകമായുള്ള തിരുമാറാടി പഞ്ചായത്തിലെ കൃഷി ഓഫീസിന്റെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. നെൽകൃഷി വ്യാപകമെങ്കിലും പഞ്ചായത്തിലെ നെല്ല് പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ബ്രാൻഡാക്കി വിപണിയിലെത്തിക്കാം എന്ന ഒരാശയവുമായി കൃഷി വകുപ്പും കൃഷി ഓഫീസിലെ പ്രവർത്തകരും കർഷകരെ സമീപിച്ചു. വളരെ ഉത്സാഹത്തോടുകൂടി ആ ആശയം കർഷകരും ഏറ്റെടുത്തു. തുടർന്ന് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശീലനങ്ങളുടെയും മീറ്റിംഗുകളുടെയും എല്ലാം ഫലമായി പുന്നെല്ല് എന്ന ഒരു ബ്രാൻഡിൽ തിരുമാറാടിയിലെ നെല്ല് വിപണിയിലെത്തിക്കാനായി. അപ്പം നമ്മുടെ തിരുമാറാടി പഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള നെല്ലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്തു വരുന്നത്. ഏകദേശം നമുക്കൊരു 200 to 250 ഏക്കറോളം നെൽകൃഷി ചെയ്തു വരുന്ന ഒരു പഞ്ചായത്തുമാണ്. ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു തിരുമാറാടി കൃഷി ഓഫീസർ ശ്രീമതി ജിജി TK. എൻ്റെ പേര് ജിജി TK എന്നാണ്. ഞാൻ തിരുമാറാടി പഞ്ചായത്തിലെ കൃഷി ഓഫീസറാണ്. നമ്മുടെ ഈ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8,000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പഞ്ചായത്തിൽ നമ്മൾ നെൽകൃഷി വരുന്ന നമ്മുടെ നെൽകർഷകർ മാത്രമാണ് ശരിക്കും കൃഷി ചെയ്ത് അവരുടെ നെല്ലരിയാക്കി ഉപയോഗിക്കുന്നത്. അത് ഏകദേശം ഒരു 300 പേരൊക്കെ നമുക്ക് ഒരു കണക്കെടുത്താലും ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാടശേഖര സമിതിയും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വികസന സമിതി അംഗങ്ങളും കൃഷിഭവനും എല്ലാം ചേർന്ന് ഒരു യോഗത്തിൽ വന്ന ഒരു ആശയമാണ്. ഇപ്പം എന്തുകൊണ്ട് ഇപ്പം ഈ 8,000 കുടുംബങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ നെല്ല് തന്നെ ഒന്ന് പുഴുങ്ങി കുത്തി അരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 300 എന്നുള്ളത് 3000-ലോട്ട് നമുക്ക് എത്തിക്കാമല്ലോ. ആ ഒരു സംരംഭം എന്തുകൊണ്ട് നമ്മുടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്കതൊരു അരിയാക്കി സംരംഭം ആയിക്കൂടാന്നുള്ള ഒരു ചിന്തന മുന്നോട്ട് വരികയും അപ്പം അത് താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്ന കൃഷിക്കാരെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിൽ 10 പേരാണുള്ളത്. അപ്പോൾ ഈ 10 പേരിൽ ഓരോരുത്തരും 1 to 2 ഏക്കറോളം നെൽകൃഷി ചെയ്തു വരുന്നവരാണ്. അപ്പം അവർക്ക് നമ്മൾ ആത്മാ പദ്ധതിപ്പെടുത്തി പരിശീലനം നമുക്ക് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ മണ്ണുത്തിയിലുള്ള നമ്മുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ സെന്ററിൽ നമുക്കൊരു സന്ദർശനം അവർക്ക് കൊടുക്കാൻ സാധിച്ചു. മെഷീനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണയും അപ്പം അങ്ങനെയുള്ള അപ്പം നെല്ലിന്റെ സാധ്യതകൾ ഉൾക്കൊണ്ട് തന്നെ അവർ 10 പേരും ഈ പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തുനിന്നും ഉള്ള അല്ല ഒരു ഭാഗത്ത് നിന്ന് കേന്ദ്രീകരിച്ചല്ല, നമുക്ക് ഈ പഞ്ചായത്തിൽ വരുന്ന പല ഭാഗത്തു നിന്നും നെൽകൃഷി ചെയ്യുന്ന എല്ലാ സൈഡിൽ നിന്നും ഉള്ള 10 പേരാണ് നമുക്ക് ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പം അങ്ങനെ അവർ മുന്നോട്ട് വരികയും ഒരു പുന്നെല്ല് കൃഷി കൂട്ടായ്മയായി നമ്മുടെ കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നെ അതിൻ്റെ പരിശീലനങ്ങളും പരിപാടികളും ട്രെയിനിങ്ങുകളും എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു സംരംഭമായി തുടങ്ങാമെന്ന് തീരുമാനിച്ചിട്ട് ഒരു FPC ഒരു കമ്പനീസ് ആക്ട് പ്രകാരം ഒരു പുന്നെല്ല് FPC ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു.
അതിനുശേഷം നമുക്ക് പഞ്ചായത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. അതായത് പഞ്ചായത്തിൻ്റെ നമുക്ക് ഒരു കെട്ടിടം ഇവരുടെ ഒരു ഓഫീസായിട്ടും അതുപോലെ തന്നെ ഒരു ഗോഡൗൺ ആയിട്ടും അവരുടെ മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടും നമുക്കൊരു പഞ്ചായത്തിൻ്റെ കെട്ടിടം നമുക്ക് ലീസിന് അവർക്ക് അനുവദിച്ച് നൽകുകയും നമുക്ക് ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫാം പ്ലാൻ പദ്ധതിയിൽ പെടുത്തി ഒരു കൃഷിക്കൂട്ടത്തിന് നമുക്കൊരു വെഞ്ചർ ക്യാപിറ്റൽ 50,000 രൂപ നൽകി സഹായിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അവർക്ക് പാക്കിംഗ് മെഷീൻ എല്ലാം വാങ്ങാനും ബാർകോഡർ, സീലർ അങ്ങനെയുള്ള പല ഉപകരണങ്ങളും വാങ്ങാനും മാത്രമല്ല നമ്മുടെ ഇത്തവണത്തെ കൊയ്ത്തിന് നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു കൾച്ചറൽ ഫെസ്റ്റാണ് കാക്കൂരി കാളവയൽ. അപ്പോൾ ഈ കാക്കൂരി കാളവയലിന് അവരുടെ ഉൽപ്പന്നം നെല്ലരിയാക്കി മാറ്റി ഉൽപ്പന്നം നമുക്ക് വിപണിയിൽ ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഉത്സവത്തിൻ്റെ ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ. എൻ്റെ പേര് സിറിയക് ജോൺ. ഞാൻ പുന്നെല്ല് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. പുന്നെല്ല് എന്ന ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ രൂപീകരണത്തെക്കുറിച്ചും തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു പുന്നെല്ല് FPOയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സിറിയക് ജോൺ. തിരുമാറാടി കൃഷിഭവനും പഞ്ചായത്തും കൂടി ചേർന്ന് കർഷകരെ വിളിച്ചുകൂട്ടിയ ഒരു യോഗത്തിൽ വെച്ച് ഒരു അരി ഉണ്ടാക്കുന്ന യൂണിറ്റ് തുടങ്ങാൻ തീരുമാനമെടുക്കുകയും അതിന് ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് വരികയും ചെയ്തു. 10 പേര് മുന്നോട്ട് വന്നു. ഈ 10 പേര് കൂടി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് പുന്നെല്ല് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. ഞങ്ങളുടെ ലക്ഷ്യം ഈ തിരുമാറാടി കൃഷിഭവൻ അതിർത്തിയിൽ വരുന്ന 250ഓളം ഏക്കർ സ്ഥലത്ത് നെല്ല് ശേഖരിച്ച് അരിയാക്കി വിപണനം ചെയ്യുക എന്നതാണ്. അതിൻ്റെ ആദ്യപടിയായി ഞങ്ങൾ ഫെബ്രുവരി മാസം അവസാന കഴിഞ്ഞ ആഴ്ചയിൽ പ്രൊഡക്റ്റ് പുറത്തിറക്കുകയുണ്ടായി. 4 ഇനം അരിയാണ് ഞങ്ങളിപ്പോൾ പുറത്തിറക്കിയത്. ഒന്ന് പൂർണ്ണമായും തവിടോടുകൂടിയ അരിയും, 50% തവിടോടുകൂടിയ അരിയും, 3 ഉണക്കലരി തവിട് കളയാത്ത ഉണക്കലരിയും, 4 സാധാരണ അരിയുമാണ്. അങ്ങനെ ഈ 4 കൂട്ട ഉൽപ്പന്നം ഞങ്ങൾ പുറത്തിറക്കി വിപണനം ചെയ്തു വരികയാണ്. അപ്പം ഞങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതിന് വിപണന മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ. കാർഷിക മേഖലയും കൃഷിക്കാരും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃഷിക്കാർക്ക് ഒരു കൈത്താങ്ങാകുന്നതിനായി 200 ഏക്കറോളം നെൽകൃഷിയുള്ള തിരുമാറാടി പഞ്ചായത്തിലെ 10 നെൽകർഷകർ ചേർന്ന് ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ച് കൃഷിക്കാരിൽ നിന്ന് നെല്ല് സംഭരിച്ച് വിവിധ തരം അരിയാക്കി മായം കലരാതെ ആരോഗ്യ ഭക്ഷണം എന്ന സാമൂഹ്യ ലക്ഷ്യത്തിലേക്കെത്താൻ പരിശ്രമിക്കുന്നു. നമ്മുടെ കൃഷിഭവൻ അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ഇനം നെല്ലുകൾ സൗപർണിക, ഉമ്മ, മനുരത്ന, അയ്യാറഞ്ച് തുടങ്ങിയവയാണ്. ഞങ്ങൾ ഇപ്പോൾ ഓരോ ഇനം നെല്ലിൻ്റെയും അരി പ്രത്യേകമാക്കി ആ നെല്ലിൻ്റെ ഇനത്തിൽ തന്നെ അത് ബ്രാൻഡ് ചെയ്തു വിൽക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. സാധാരണ ഞങ്ങൾ സർക്കാർ ഇതിൽ നെല്ല് സംഭരിച്ചാൽ 28 രൂപ വിലയാണ് നെല്ലിന് കിട്ടുന്നത്. അത് ഞങ്ങൾ അരിയാക്കി 70 രൂപയ്ക്ക് വിറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നമായി നമുക്ക് അതിൻ്റെ മൂല്യം കൂട്ടിയെടുത്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. രൂപയാണ് അരിയുടെ ഞങ്ങളുടെ ഇപ്പോഴത്തെ വില. ഉണക്കലരിക്ക് 60 രൂപയും. ഞങ്ങളുടെ കമ്പനിയുടെ പ്രവർത്തന ഫണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഷെയറാണ്. 10 പേര് 5000 ഷെയർ, 10 രൂപയുടെ 5000 ഷെയർ, 50,000 രൂപ ഒരാൾ വീതം. അങ്ങനെ 10 പേരുടെ 5 ലക്ഷം രൂപ മുടക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പ്രാഥമിക ചെലവുകൾക്ക് വേണ്ടി എല്ലാവരും 10,000 രൂപ ഇതിന് പുറമെ 10,000 രൂപ വീതം ചിലവാക്കിയിട്ടുണ്ട്. നമ്മൾ നെല്ല് സർക്കാർ മുഖാന്തരം സംഭരിച്ചാൽ, സപ്ലൈകോ സംഭരിച്ചാൽ 28 രൂപ 20 പൈസയാണ് 1 കിലോ നെല്ലിന് കിട്ടുന്നത്. ഇത് ഞങ്ങൾ വളരെ കഷ്ടപ്പാട് കഴിച്ചാണെങ്കിൽ പോലും അരിയാക്കിയാൽ ഞങ്ങൾക്കത് 70 രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിത് ചെയ്തു വരുന്നത്. എൻ്റെ ഫോൺ നമ്പർ 94 46 40 16 79.
തിരുമാറാടി കൃഷിഭവന് കീഴിലുള്ള പുന്നെല്ല് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയെക്കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കുട്ടനാട് FM 90.0 ഇതൊരു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ സംരംഭം.